ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്രിസ്മസ് എക്സാമിൻ്റെ. നമ്മൾ ബേസിക് സയൻസിൻ്റെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണാത്തവർ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 5th സ്റ്റാൻഡേർഡ് നോക്കിയാൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആക്ടിവിറ്റി 1, സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദി മദർ പ്ലാന്റ് റീച്ച് ഡിഫറെൻറ്റ് പ്ലേസസ്. നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ എന്താണെന്ന് നിങ്ങളുടെ 4ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. സീഡ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന്, മാതൃസസ്യത്തിൽ നിന്ന് അതിൻ്റെ വിത്തുകൾ പല സ്ഥലത്തിലേക്ക് ഇങ്ങനെ വിതരണം ചെയ്ത് അവിടെയും വേറെ സസ്യങ്ങൾ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. അതിന് കുറേ മെത്തേഡ്സ് ഉണ്ടായിരുന്നു. എന്താണ്? മൃഗങ്ങൾ വഴി ഇവിടെ തന്നിട്ടുണ്ട്, ബൈ എനിമൽസ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. മൃഗങ്ങൾ വഴി, അതായത് മാങ്ങയൊക്കെ എന്താണ്, മാങ്ങൻ്റെ അണ്ടിയൊക്കെ നിലത്ത് വീഴുന്നത് എന്തെങ്കിലും മൃഗങ്ങളോ കിളികളോ ഒക്കെ കൊത്തിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടിടും. എന്നിട്ട് അവിടെ എന്താവും, കൊണ്ടിടുന്ന സ്ഥലത്ത് അത് വിത്ത് മുളച്ച് വേറൊരു തൈ ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പം മൃഗങ്ങളുമായിട്ട് സീഡ് ഡിസ്പേഴ്സൽ, എനിമൽസുമായിട്ട് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇവിടെ നിങ്ങളുടെ ചോദ്യം ഈ വേറെയും മെത്തേഡ്സ് എഴുതാനാണ്. ബൈ എനിമൽസ് എന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെയുള്ള വേറെയും സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്ന വേറെയും മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? ബൈ വിൻഡ് എന്ന് എഴുതാം. പിന്നെ ബൈ വാട്ടർ, വെള്ളം വഴി എന്ന് എഴുതാം. ബൈ ബേസ്റ്റ് ആൻഡ് റിലീസ്, പൊട്ടിത്തെറിച്ചിട്ടും ഉണ്ടാകുന്നുണ്ട്. സോ ഇതിനൊക്കെ എക്സാമ്പിൾസും നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഒരു ഏരിയ പറഞ്ഞതാണ്. ഇതിനൊക്കെയുള്ള എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ഇതിനൊക്കെയുള്ള ഓരോരോ എക്സാമ്പിൾസും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ബൈ എനിമൽസ് നമുക്ക് എഴുതാവുന്നതാണ് മാംഗോക്ക്. പിന്നെ ബൈ വിൻഡ് നമുക്ക് മിൽക്ക് വീഡ്, പപ്പൂസ് എഴുതാം. ബൈ വാട്ടർ കോക്കനറ്റ്, ലോട്ടസ് ഒക്കെ എഴുതാം. പിന്നെ ബൈ ബേസ്റ്റ് ആൻഡ് റിലീസ് ലേഡീസ് ഫിംഗർ എഴുതാം. ഇത്രയും അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിൾ എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഓരോ മെത്തേഡിനും പഠിച്ചിരിക്കണം. അടുത്തത് ബി ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ഫേവറബിൾ ഫീച്ചേഴ്സ് ഓഫ് ദി ഫ്രൂട്ട്സ് ഗിവൺ എബവ് ദാറ്റ് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ? സീഡ് ഡിസ്പേഴ്സലിന് സഹായിക്കുന്ന ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മെത്തേഡ് സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ എനിമൽസ് ആണ്. എനിമൽസ് വഴി സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളതൊക്കെ. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സീഡ് ഡിസ്പേഴ്സൽ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. ഫ്രൂട്ട്സ് ആർ വെരി ടേസ്റ്റി, സ്വീറ്റ് ആൻഡ് ജ്യൂസി. ഇത് നല്ല ടേസ്റ്റുള്ള, നല്ല ജ്യൂസി, നല്ല വെള്ളം പോലെയുള്ള, നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആണ്. സോ ഇതെന്താണ്, എനിമൽസിനെ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ അവർ കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇടുമ്പോൾ അവിടെ നിന്നാണ് വിത്ത് മുളിച്ചിട്ടാണ് വേറെയും പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് ഇത് എഴുതാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ, എമംഗ് ദി ഫോളോയിങ് വിച്ച് ഈസ് ദ പ്ലാന്റ് ദാറ്റ് ബേസ്റ്റ് ആൻഡ് റിലീസസ് സീഡ്സ് വെൻ ദേ ആർ റൈപ്പൺ? പഴുക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ചുണ്ടാവുന്ന പിന്നെ പ്ലാന്റ്സ് താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു ബൈ ബേസ്റ്റ് ആൻഡ് റിലീസ് എന്ന് പറയുന്നത് ഒരു സീഡ് ഡിസ്പേഴ്സലിൻ്റെ ഒരു മെത്തേഡാണ്. മെത്തേഡ്സിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണത്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ലേഡീസ് ഫിംഗർ, ഗ്വാവ, മിൽക്ക് വീഡ്, പപ്പൂസ്, അപ്പൂപ്പൻ താടി, ടൊമാറ്റോ ഒക്കെയാണ്. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ലേഡീസ് ഫിംഗർ ആണ്. ലേഡീസ് ഫിംഗർ ആണ് ബൈ ബേസ്റ്റ് ആൻഡ് റിലീസ് വഴി ഉണ്ടാവുന്നത്. സോ നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു സീഡ് ഡിസ്പേഴ്സലിൻ്റെ ഒരു മെത്തേഡും കൂടിയാണ് ബൈ ബേസ്റ്റ് ആൻഡ് റിലീസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ലേഡീസ് ഫിംഗർ എന്ന് എഴുതാം. ആ ഒരു കാര്യം പഠിക്കുക. ഇവിടെ ബാലൻസ് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇല്ലേ, ചിലപ്പോൾ അതൊക്കെ ഏതാണെന്നായിരിക്കാം നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഓരോ എക്സാമും ഏത് മെത്തേഡ് വഴിയാണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നതെന്ന് പഠിച്ചു വെക്കുക. ഗ്വാവ ഏതാണ്? ബൈ എനിമൽസ് ആണ്. മിൽക്ക് വീഡ്, പപ്പൂസ് ബൈ വിൻഡ് ആണ്. ടൊമാറ്റോ ബൈ എനിമൽസ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചോദ്യം കഴിയുമ്പോൾ പഠിച്ചിരിക്കണം. ആക്ടിവിറ്റി 2 നോക്കാം. ഈ ഒരു ചോദ്യവും നിങ്ങളുടെ 4ാമത്തെ പാഠമായിട്ടുള്ള സീഡ് ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ട് വന്നതാണ്.
A. Some materials for doing an experiment related to the germination of seed are given below. വിത്ത് മുളയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരീക്ഷണം, ഒരു എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റീൽ ഗ്ലാസ്, പി എന്ന് പറഞ്ഞാൽ പയർ. ഇനി റൈറ്റ് ദി മെറ്റീരിയൽസ് നീഡഡ്, എന്താണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള വേറെയും മെറ്റീരിയൽസ് എഴുതണം. പിന്നെ പ്രൊസീജിയർ ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദി സീഡ് ടു ജെർമിനേറ്റ്. ഇത് സൂര്യപ്രകാശം സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണോ എന്ന് നോക്കാൻ വേണ്ടി നടത്തുന്ന എക്സ്പെരിമെൻ്റ് ആണ്. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയറും നമ്മളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുക, അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ ചോദിച്ചത്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വാട്ടർ, പിന്നെ ഒരു ബ്ലാക്ക് പേപ്പർ, കോട്ടൺ. ഇനി നമുക്ക് പ്രൊസീജിയർ എഴുതി കൊടുക്കാം. സ്റ്റെപ്പ് 1, ടേക്ക് സ്റ്റീൽ ഗ്ലാസ്, ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. സ്റ്റെപ്പ് 2, പുട്ട് സം കോട്ടൺ ഇൻസൈഡ് സ്റ്റീൽ ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറച്ച് കോട്ടൺ വെക്കുക, പഞ്ഞി വെക്കുക. സ്റ്റെപ്പ് 3, പുട്ട് സീഡ്സ് ഓൺ ദി ടോപ്പ് ഓഫ് ദി കോട്ടൺ, കോട്ടൻ്റെ മുകളിലായിട്ട് സീഡ്സ്, വിത്തുകൾ, അല്ലെങ്കിൽ ഇവിടെ പി എന്നാണ് കൊടുത്തിട്ടുള്ളത്, പയറുകൾ, അത് ഇട്ട് കൊടുക്കുക. ഇനി സ്റ്റെപ്പ് 4, ആഡ് ലിറ്റിൽ വാട്ടർ ടു കീപ് കോട്ടൺ വെറ്റ്, പഞ്ഞിയിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക, ഇത് പഞ്ഞി നനഞ്ഞിരിക്കാനാണ്. ഇനി സ്റ്റെപ്പ് 5, കവർ സ്റ്റീൽ ഗ്ലാസ് ഫുള്ളി വിത്ത് ബ്ലാക്ക് പേപ്പർ, ഒരു ബ്ലാക്ക് പേപ്പർ കൊണ്ടിട്ട് സ്റ്റീൽ ഗ്ലാസിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് കവർ ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ട ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതേ സെയിം എക്സ്പെരിമെൻ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് മാത്രമല്ല, ഇത് സൺലൈറ്റ് ആവശ്യമാണോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. വേറെ വെള്ളം ആവശ്യമാണോ, സോയിൽ ആവശ്യമാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പല എക്സ്പെരിമെൻറ്റും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ പേജിൽ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ചോദിക്കാവുന്നതാണ്. എല്ലാം ഒന്ന് മനസ്സിലാക്കി അറിഞ്ഞിരിക്കുക. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ഫ്രം വേർ ഡസ് ദി പ്ലാന്റ് ഗെറ്റ് ഫുഡ് അണ്ടിൽ ദി സീഡ് ജെർമിനേറ്റ് ആൻഡ് ഫോംസ് ഇറ്റ് ലീവ്സ്? ഒരു പ്ലാന്റ് മുളച്ചിട്ട് ജെർമിനേറ്റ് ചെയ്തിട്ട് അതിന് ഇല വരുന്നത് വരെയുള്ള ടൈമിൽ അതിന് ഫുഡ് എവിടെ നിന്നാണ് കിട്ടുക എന്നാണ് ചോദ്യം. ആൻസർ കോട്ടിലെഡൺ ആണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 62ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ദി ഫോളോയിങ് വിച്ച് പാർട്ട് കംസ് ഔട്ട് ഫസ്റ്റ് വെൻ ദി സീഡ് ജെർമിനേറ്റ്, സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ റാഡിക്കിൾ. ഈ ഒരു പിക്ചർ നന്നായിട്ട് നോക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴും ഒരു ചോദ്യം പറഞ്ഞിട്ടുള്ളതാണ്. സോ പഠിച്ചിരിക്കുക. ആക്ടിവിറ്റി 3, ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോദ്യം നിങ്ങളുടെ 1ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇവിടുത്തെ പിക്ചർ ശ്രദ്ധിക്കുക. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദി നമ്പർ ഓഫ് ഫോക്സസ് കംസ് ഡൗൺ ഇൻ ദി ഫുഡ് വെബ് ഗിവൺ എബവ്? മുകളിൽ തന്നിട്ടുള്ള ഫുഡ് വെബിൽ ഫോക്സസിൻ്റെ എണ്ണം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്പർ ഓഫ് ഹെൻസ് ആൻഡ് നമ്പർ ഓഫ് റാബിറ്റ്സ് വിൽ ഇൻക്രീസ് അല്ലേ? കാരണം ഫോക്സ് കഴിക്കുന്നത് എന്താണ്? കോഴികളെയും അണ്ണാനിനെയും ഒക്കെ ഫോക്സ് ആണ് കഴിക്കുന്നത്. സോ ഫോക്സിൻ്റെ എണ്ണം കുറഞ്ഞാൽ കോഴികളുടെയും റാബിറ്റിൻ്റെയും എണ്ണം കൂടും അല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദി ഇല്ലിസ്ട്രേഷൻ ഗിവൺ ബിലോ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗ്യാസസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. റൈറ്റ് ദി നെയിംസ് ഓഫ് ഗ്യാസസ് മിസ്സിംഗ് ഇൻ ദി ഇല്ലിസ്ട്രേഷൻ. ഈ പിക്ചറിൽ മിസ്സായിട്ടുള്ള ഗ്യാസസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ഡേ ടൈമിൽ നടക്കുന്നതാണ് ഫോട്ടോസിന്തസിസ്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ ആണ് റിലീസ് ചെയ്യുന്നത്. എന്നാൽ റെസ്പിറേഷനിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇവിടെ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ റിലീസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 22ാമത്തെ പേജിലാണ് പറയുന്നത്. സി ക്വസ്റ്റ്യൻ. വിച്ച് പിഗ്മെന്റ് ഗീവ്സ് റെഡ് കളർ ടു റെഡ് സ്പിനച്ച്? റെഡ് സ്പിനച്ചിന് റെഡ് കളർ കൊടുക്കുന്നത് ഏതാണെന്ന്? ആൻസർ 1 ആന്തോസിയാനിൻ. ഓറഞ്ച് കളറും യെല്ലോ കളറൊക്കെ ഏത് പിഗ്മെൻ്റ് ആണ് നൽകുന്നതെന്നും പഠിച്ചിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഈ വേറെ റെഡ് തന്നെ ചോദിക്കണം എന്നില്ലല്ലോ, ഓറഞ്ച് ചോദിക്കാം, യെല്ലോ ചോദിക്കാം. സോ 3 കളറിൻ്റെ പിഗ്മെൻറ്റും പഠിച്ചിരിക്കും. ആക്ടിവിറ്റി 4, വാട്ടർ ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. കംപ്ലീറ്റ് ദി ഇല്ലിസ്ട്രേഷൻ ഗിവൺ ബില്ലോ. ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്യാരീസ് ഹീറ്റ്, ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. 3 പോയിന്റുകൾ കൂടി നിങ്ങൾ ആഡ് ഓൺ ചെയ്യണം.
പിന്നെ നമുക്ക് എഴുതാം മെയിൻറ്റെയിൻസ് ലെവൽ, യൂണിവേഴ്സൽ സോൾവെൻറ്റ്, എബിലിറ്റി ടു വേപ്പറൈസ്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ കംപ്ലീറ്റ് ദി ടേബിൾ ആഫ്റ്റർ ഒബ്സർവിങ് ദി എക്സാമ്പിൾസ് ഗിവൺ ബിലോ. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. വാട്ടർ എന്താണ്? ലിക്വിഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐസ് എന്താണ്? ഐസ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. ഇവിടെ ഗ്യാസിൻ്റെ സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വാട്ടർ വേപ്പർ ആണ്. ഈ ലിക്വിഡ്, സോളിഡ്, ഗ്യാസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ 3 സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്? ഇതിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ് അല്ലാത്തതാണ് ചോദിച്ചത്. മേക്കിംഗ് സ്റ്റോൺ വാള്, ബിൽഡിംഗ് ചെക്ക് ഡാം, കോൺക്രീറ്റിംഗ് യാർഡ്, റീചാർജിംഗ് വെൽ. സോ ഇത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് മഴവെള്ളം സംഭരിക്കുന്നതിന് പറയുന്നതാണ്. ഇതിൽ ആൻസർ വരുന്നത് കോൺക്രീറ്റിംഗ് യാർഡാണ്. നമ്മുടെ മുറ്റും യാർഡ് കോൺക്രീറ്റ് ചെയ്താൽ അവിടെ വെള്ളം അബ്സോർബ് വെള്ളം ഇതാവില്ലല്ലോ. സോ ഉത്തരം കോൺക്രീറ്റിംഗ് യാർഡാണ്. അടുത്തത് ആക്ടിവിറ്റി 5. ദി പ്ലാൻ സെലക്റ്റഡ് ബൈ എ ചൈൽഡ് ടു ഐഡൻറ്റിഫൈ ദി ഫീച്ചേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം സ്യൂട്ടബിളി. ഇവിടെ കുറച്ച് പ്ലാന്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ റൂട്ട്സ് അനുസരിച്ചിട്ട് നമ്മളെടുത്ത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ഗ്രാസ്, ജാക്ക് ഫ്രൂട്ട് ട്രീ, പാഡി, ഗ്വാവ, ബാംബു. നമ്മൾ 2 ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ കാണാൻ എങ്ങനെയാണ്, നേരെ വലിയൊരു നടുവിൽ നിന്ന് സെൻറ്ററിനായിട്ട് ഒരു വേരുണ്ടാവും. അതിൽ നിന്ന് പൊട്ടി പൊട്ടി ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് വേറെയും വേരുകൾ ഉണ്ടാവും. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ, അതായത് അതിൻ്റെ ഒരുമിച്ച് കുറേ എണ്ണം താഴേട്ട് അങ്ങനെ വരുന്നതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇവിടെ മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ഗ്വാവയൊക്കെ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. കോക്കനട്ട് ട്രീ, ഗ്രാസ്, പാഡി, ബാംബു ഒക്കെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്. ഈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് ലീവ്സ് ഓഫ് ദി പ്ലാന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഗ്രൂപ്പ്? ലീവ്സിൻ്റെ കാര്യം പറയുമ്പോൾ 2 തരത്തിലുള്ള വീനേഷൻ ആണുള്ളത്. റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും. ഇവിടെ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെത് നെറ്റ് ലൈക്ക് വീൻസ് ആയിരിക്കും. അതിൻ്റെ വീൻസ്, ഇലയിലെ നാരുകൾ എന്ന് പറയുന്നത് ഒരു വല പോലെ ആയിരിക്കും. അതായത് കുറേ പൊട്ടി പൊട്ടി ചെറിയ ചെറിയ വീൻസ് ഉണ്ടാവും. അടുത്തത് പാരലൽ വീനേഷനിലെ വീൻസ് എന്ന് പറയുന്നത് പാരലായിട്ടായിരിക്കും. ഓരോ വീൻസിനും പാരലായിട്ടാണ് എല്ലാ വീൻസും ഉണ്ടാകുക. സോ ഈ ഒരു 2 പോയിന്റും നമുക്ക് ഫീച്ചറായിട്ട് എഴുതാവുന്നതാണ്. അടുത്തത് സി. വിച്ച് പെയർ ഡസ് നോട്ട് ഷോ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ലീഫ് ആസ് മെൻഷൻഡ് എബോവ്? ഇതിലെ ഏത് പെയറാണ് നിങ്ങൾക്കിവിടെ ലീഫും റൂട്ടും തമ്മിലുള്ള ബന്ധം കാണിക്കാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ പി, പ്ലാന്റെയിൻ ആണ്, 4ാമത്തത്. ആക്ടിവിറ്റി 6. ഒബ്സർവ് ദി പിക്ചർ. താഴെ തന്നിട്ടുള്ള ചിത്രം നിരീക്ഷിക്കുക. എ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദി ഗ്രൂപ്പ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് ഷോൺ ഇൻ ദി പിക്ചർ ആർ ഗിവൺ ബിലോ. റൈറ്റ് 2 more സ്റ്റേറ്റ്മെന്റ്സ്. അതായത് സെലസ്റ്റിയൽ ബോഡീനെ കുറിച്ചിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ താഴെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2 പോയിന്റ്സ് കൂടി നിങ്ങളെടുത്ത് ആഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സൺ ഈസ് ദ സെന്റർ. നടുവിലുള്ളത് സണ്ണാണ്. ഓർബിറ്റ് ഈസ് ദ പാത്ത് ത്രൂ വിച്ച് ദി സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവ് അറൗണ്ട് ദി സൺ. ഓർബിറ്റ് എന്ന് പറയുന്നത് സെലസ്റ്റിയൽ ബോഡീസ് സൂര്യനെ ചുറ്റുന്ന ആ ഒരു ഭാഗത്തിനെയാണ് പറയുന്നത്. നമുക്ക് പിന്നെ എഴുതാം, എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ് ഓഫ് ദി സോളാർ സിസ്റ്റം റിവോൾവ് അറൗണ്ട് ദി സൺ. സൂര്യനെ ചുറ്റിയാണ് എർത്തും വേറെയുള്ള മറ്റു പ്ലാനറ്റ്സും കറങ്ങുന്നത്. ദി സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സൺ, പ്ലാനറ്റ്സ് ആൻഡ് അറൗണ്ട് ദി സൺ ആൻഡ് അതർ സെലസ്റ്റിയൽ ബോഡീസ്. സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സണ്ണും പിന്നെ അതിന് ചുറ്റുമുള്ള പ്ലാനറ്റ്സും പിന്നെ സെലസ്റ്റിയൽ ബോഡീസ് അടങ്ങിയിട്ടുള്ളതാണ്. ഇത്രയും പോയിന്റ്സ് നമുക്ക് ഈ ഒരു സോളാർ സിസ്റ്റത്തെ കുറിച്ച് എഴുതാൻ പറ്റുന്നതാണ്. ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി ടേബിൾ റിലേറ്റഡ് ടു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇൻസാറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് തന്നിട്ടുണ്ട്. എജുസാറ്റ് എന്താണെന്നാണ് ചോദിച്ചത്. എജു എന്ന് പറയുമ്പോൾ ഓർക്കുക എഡ്യൂക്കേഷൻ ആണ്. സോ എജുസാറ്റ് എഡ്യൂക്കേഷൻ ആണ്. ഡിഫെൻസ് ജിസാറ്റ് ആണ്.
അടുത്തത് സി ക്വസ്റ്റ്യൻ റൈറ്റ് ദി നെയിം ഓഫ് ദി കോൺസ്റ്റലേഷൻ. ഈ ഒരു കോൺസ്റ്റലേഷൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹണ്ടർ ആണ് ആൻസർ വരുന്നത്. കോൺസ്റ്റലേഷൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ചോദ്യം വരാറുണ്ട്. ഒന്നെങ്കിൽ ഹണ്ടർ ചോദിക്കാം, അല്ലെങ്കിൽ സപ്തർഷീസ് ചോദിക്കാം. ആക്ടിവിറ്റി 7 ലുക്ക് അറ്റ് ദി സിറ്റുവേഷൻസ് ഗിവൺ ബിലോ. താഴെ നിങ്ങൾക്ക് 2 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. പൗഡേർഡ് സാൾട്ട് ഈസ് ആഡഡ് ടു ലൈം ജ്യൂസ്. ലൈം ജ്യൂസിലേക്ക് പൗഡേർഡ് സാൾട്ട്, ഉപ്പ് പൊടിച്ചത് ഇട്ടു. അടുത്തത് ക്രിസ്റ്റൽസ് ഓഫ് സാൾട്ട് ആർ ആഡഡ് ടു ലൈം ജ്യൂസ്. ലൈം ജ്യൂസിലേക്ക് ഉപ്പിൻ്റെ കല്ല് ഇട്ട് കൊടുത്തു. ഇൻ വിച്ച് സിറ്റുവേഷൻ ഡസ് സാൾട്ട് ഡിസോൾവ് ക്വിക്ക്ലി. വൈ. ഏത് സിറ്റുവേഷനിലാണ് ഉപ്പ് വേഗം അലിയുക? ഒന്നാമത്തെ സിറ്റുവേഷനിലാണ്, പൗഡേർഡ് സാൾട്ടിലാണ്. വൈ. കാരണം എന്താണ്? പൗഡേർഡ് സാൾട്ട് എന്ന് പറയുന്നത് സ്മോൾ പാർട്ടിക്കിൾസ് ആയിരിക്കും, അതുകൊണ്ട് അതാണ് ഡിസോൾവ് ചെയ്യാൻ വേഗം കഴിയുക. ഇനി ബി ക്വസ്റ്റ്യൻ വാട്ട് ആർ അതർ 2 ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദി സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ. അടുത്തത് നമ്മൾ പറഞ്ഞു സ്മോൾ പാർട്ടിക്കിൾസ് ആണെങ്കിൽ വേഗം അലിയും എന്ന് പറഞ്ഞു അല്ലേ. വേറെ 2 ഫാക്ടേഴ്സ് ഒക്കെ ഏതാണ് ഈ വേഗം അലിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വേറെ 2 ഫാക്ടേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് ആൻസർ ആയിട്ട് സ്റ്റിറിങ് എഴുതാം. ഇളക്കുമ്പോൾ വേഗം അലിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ഹീറ്റിങ്, ചൂടാക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇനി കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. വാട്ടർ ഹീറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? ഗ്യാസ്. വാട്ടർ വേപ്പറായിട്ട് ഗ്യാസ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. ഇനി വാട്ടർ കൂൾസ്, തണുപ്പിക്കുമ്പോൾ അത് ഐസ് ക്യൂബ്സ് ആവുകയാണ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.